ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ഞായറാഴ്ചയുണ്ട്. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഇത് ഞാനിപ്പോൾ സാവണ ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ഡംഗ്രിയാണ്. ഞാൻ മോഡേൺ വെസ്റ്റേൺ വേഴ്സിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. പക്ഷേ ചേച്ചി പറഞ്ഞ് ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റിപ്പിടി, മീശയൊക്കെ മേടിച്ചൊന്ന് മോഡേൺ ആയിക്കോടെ എന്ന് മായാമോഹിനി ചോദിക്കണ പോലെ ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം ഓർഡർ ചെയ്തത്. അപ്പോൾ കുറേ ടോപ്സ് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ലാസ്റ്റ് ഇതിൽ അങ്ങോട്ട് ഉറപ്പിച്ചു. കാര്യം ഇതിന് കുറച്ച് നീട്ടുമുണ്ട്. ഈ ഒരു ഡ്രസ്സ് ഭയങ്കര ലൂസായിട്ട് ഞാൻ ടൈറ്റ് ആയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് കിട്ടില്ല. ലൂസ് ഡംഗ്രി ആയതുകൊണ്ട് തന്നെ ഇതിന് ഡംഗ്രീസ് തന്നെയാണോ പറയണതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ സൈഡൊക്കെ കാണുമല്ലോ, അതുകൊണ്ട് ഉള്ളിൽ വേറെ പാൻറ്റും ഇടണം. ഈ ബനിയൻ ഇറക്കുള്ളതുകൊണ്ടാണ് ഇത് തന്നെ ചൂസ് ചെയ്തത്. ഇപ്പോൾ പുരികം ത്രെഡ് ചെയ്യാൻ സമയം എന്നാണ് കേട്ടോ കാണിച്ചതിൻ്റെ അർത്ഥം. പിന്നെ നമ്മുടെ സ്കിൻ കെയർ പരിപാടിയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ മേക്കപ്പ് ബാഗ് എടുക്കുകയാണ്. ഇത് ഫേസ് സ്കാൻഡഡ് ലിപ്സ്റ്റിക് ആണ്. അയ്യോ, ഇത് ഉപയോഗിച്ച് തീർന്നിട്ട് ഞാൻ പിന്നെ പോത്തീസിൽ പോയി ഒരെണ്ണം വാങ്ങി. എൻ്റെ അമ്മ 850 രൂപ വാങ്ങി. സത്യം പറയില്ല, പ്രൊമോഷന് കിട്ടുമ്പോൾ അതിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ കമൻസിലിടുമ്പോൾ പറയാറുണ്ട് നിങ്ങൾ ഈ പ്രൊമോഷൻ പ്രൊഡക്റ്റൊക്കെ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നത്. എനിക്ക് അത്ഭുതമാണ് ആ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ. കാര്യം ഇത്രയും നല്ല ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്ട്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ആരാ പിന്നെ പൈസ കൊടുത്ത് വേറെ വാങ്ങുക? എനിക്കാണെങ്കിൽ കോസ്മെറ്റിക്സ് കാര്യങ്ങളിലൊന്നും പൈസ മുടക്കണത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അല്ല, ആളായിരുന്നു. ഇപ്പം ബ്രാൻഡിൻ്റെ ചീത്തയ്ക്ക് ഓരോ പ്രൊഡക്ട്സ് അതിൽ അഡിക്റ്റ് ആക്കിയിട്ട് ഇപ്പം എൻ്റെ പൈസ കൊടുത്ത് ഇത് വാങ്ങല എൻ്റെ പരിപാടി. മാത്രമല്ല ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഒക്കെ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഞാൻ പ്രൊമോട്ടും ചെയ്യാറുള്ളൂ. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവം. ഇതിങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ പുരിവ് അങ്ങനെ ത്രെഡ് ചെയ്തില്ലെങ്കിലും ഈ വരയ്ക്കുന്ന സംഭവം പ്രൊജക്റ്റ് ചെയ്ത് ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. പിന്നെ ഞാൻ 4 മോതിരങ്ങളാണ് ഇടുക. മോതിരമാണ് എനിക്ക് ആകെ ഇടാൻ ഇഷ്ടമുള്ളൊരു സംഭവം. ഇത് 4 സ്വർണ്ണം തന്നെയാണ്. പ്രത്യേകം പറഞ്ഞ് പണിയിപ്പിച്ചത്. ഈ സിംഗിൾ സ്റ്റോൺ വരുന്നത് മാത്രം അഡ്ജസ്റ്റഡ് റിംഗ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ വാങ്ങി. മറ്റേത് രണ്ടും പറഞ്ഞ് പണിയിപ്പിച്ച മോതിരങ്ങളാണ്. ഇതും ഞാൻ സാവണയിൽ നിന്ന് വാങ്ങിയ ഒരു സ്റ്റഡിൻ്റെ ഒരു കോമ്പോ. നല്ല ലാഭമുണ്ട്. 190 രൂപ 200 രൂപ എന്തായുള്ളൂ. അതിലൊരെണ്ണം എടുത്തിട്ട്. ഇനിയാണ് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം, മുടി കെട്ടൽ. പലരും ചോദിക്കാറുണ്ട് എന്താ ഞാൻ സ്ഥിരം എപ്പോഴും ഒരേ ഹെയർ സ്റ്റൈൽ. കാര്യം വേറെ ഹെയർ സ്റ്റൈലൊന്നും കെട്ടാൻ എനിക്ക് അറിയാനും പാടില്ല. ഒടുക്കത്തെ മടിയാണ്. ഭയങ്കര ദേഷ്യമാണ് എനിക്ക് മുടി കെട്ടണ കാര്യം. അങ്ങനെ എന്താണ്ടൊക്കെ കാണിച്ച് കെട്ടി വെച്ച് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മളിത് പോണത് എങ്ങോട്ടാന്ന് ഇവിടെ ഒരാൾ പറഞ്ഞു തരുവേ. യൂട്യൂബിന്റെ ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി. അതെ, സന്തോഷം. അപ്പൊ അതിന് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി പോണേ ഫാമിലിക്ക്. അപ്പൊ എല്ലാരോടും ഒത്തിരി താങ്ക്സ്. അപ്പോൾ അതാണ് സംഭവം. ഇതിൻ്റെ ഒരു ഫുൾ വ്ലോഗ് വരുന്നതാട്ടോ.